നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണിത്. ഇത്തഖുദ്ദുനിയ വത്തഖുന്നിസ. നിങ്ങൾ രണ്ട് കാര്യം സൂക്ഷിക്കണം. ഒന്ന് മണ്ണും ഒന്ന് പെണ്ണും. ഒന്ന് മണ്ണും ഒന്ന് പെണ്ണും നമ്മൾ സാധാരണ പറയും. അതായത് ഭൗതിക താല്പര്യം, മറ്റൊന്ന് പെൺ പ്രേമം. ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയും. കാരണം ഏകദേശ വ്യാജന്മാരെ പിടിച്ചാൽ നിങ്ങൾ നോക്കിക്കോ, ഒന്നുകിൽ സ്ത്രീകളെ ഫോട്ടോ എടുത്ത് വെച്ചവര്, അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ട് അനാശാസ്പ്രവണം ചെയ്തവര്, അല്ലെങ്കിൽ പണം തട്ടിയവര്, രണ്ടിലൊന്നും ഉണ്ടാകുക. അപ്പൊ നബി സല്ലല്ലാഹു ആദ്യം തന്നെ പറഞ്ഞു ഇത്തഖുദ്ദുനിയ വത്തഖുന്നിസ. ദുനിയാവിനെ സൂക്ഷിക്കണം, പെണ്ണിനെ സൂക്ഷിക്കണം. ഇത് രണ്ടാണ് വ്യാജന്മാര് പോയി എപ്പോഴും ബന്ധപ്പെടുന്ന, അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അവർ പൂജിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് പെണ്ണും മണ്ണും. ഒരിക്കലും തന്നെ ഇഖ്ലാസുള്ള മഹാന്മാർ അതിന് പ്രസക്തി നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കൂല. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ജീവിച്ചു മരിക്കും. അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ അവിടെയും നിങ്ങൾക്കൊരു തമാശ കേൾക്കണം. ഒരു വലിയ തമാശ എന്താ അറിയോ? അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ ചങ്ങാതി, അഹമ്മദ് ഖാദിയാനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയായിട്ട് വന്നു പോയി എന്ന് പറയുന്ന ഒരു കൂട്ടര് ഖാദിയാനി. ഈ ഖാദിയാനി പറയുന്നത് ഞാൻ മുഹമ്മദ് നബിന്റെ ആളാണ് എന്നാ, ഞാൻ മുഹമ്മദ് നബിന്റെ മുദ്രയും കൊണ്ട് വന്ന ആളാണ് എന്നാണ് ആര് പറയുന്നത്? റസൂലുള്ളാഹി അലൈഹി വസല്ലം റിബലി നബിയായിട്ട് വന്ന ആൾ പറയുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോ, വ്യാജ നബി വാദിക്കുന്നത് ഞാൻ നബിന്റെ ആളാന്നാ. ഇതുപോലെ വ്യാജ തരീഖത്തുകാരായ ശൈഖന്മാര് മുഴുവൻ വാദിക്കാൻ ഞാൻ ശരിയായ ശൈഖിന്റെ ആളാണ്. അപ്പൊ ഖാദിരിയ തരീഖത്ത് എന്ന് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് എതിരായി, അവിടുത്തെ കിതാബുകൾ പറഞ്ഞ ആശയത്തിനെതിരായി നീങ്ങുന്ന ഏകദേശം വ്യാജന്മാരും വന്ന് ഞങ്ങൾ ഖാദിരിയ തരീഖത്ത് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാന്ന് പറഞ്ഞിട്ടാ. അതുപോലെ തന്നെ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ മുഴുവനും പറഞ്ഞതിനെതിരായിട്ട് നീങ്ങുന്ന ചില ചങ്ങാതികൾ വന്ന് ഞങ്ങൾ ദസൂഖി തരീഖത്താണെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഓരോ കക്ഷികളും അവര് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള മഹാന്മാരെ പേര് പറഞ്ഞുകൊണ്ടും അവരെ വിളിച്ചുകൊണ്ടും വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നല്ല ബോധം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുള്ള ജനങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളെ പണ്ഡിതന്മാര് വളരെ നേരത്തെ തന്നെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാൽ തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അതുപോലെ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, അങ്ങനെ നമ്മളെ ആലിമീങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു വ്യാജ തരീഖത്തിന്റെ ആളാണ് ഈ ആലുവയിലുള്ള യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ അതിനെതിരെ എത്രയോ പ്രസംഗിച്ചതുമാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ഇവിടെ കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട്ടേണ്ട ഒരാൾ, കുറെ കാലം കെരട്ടിൽ ഇറങ്ങിയിരുന്ന ഒരാൾ, കെരട്ടിലൗലിയാതാ പറയാം. ഇയാളും ഈ രണ്ട് കക്ഷികളുടെയും ശൈഖന്മാരെ നോക്കിയാൽ ഒരു ശൈഖിനപ്പുറം രണ്ടാളെ ശൈഖ് ഒന്നാ, രണ്ടും ഷിയ വിഭാഗത്തിൽ നിന്ന് വന്നതാ. ആ ആലുവ സുൽത്താൻ എന്ന് പറയുന്ന ശൈഖിനെതിരെ ഇപ്പറയുന്ന നാദാപുരത്തടക്കം പലപ്പോഴും ഞാൻ തന്നെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണോ, ഇപ്പൊ ഇതാ 2008 മെയ് 29 ആയപ്പോ ആത്മീയത കച്ചവടമാക്കി സമ്പാദ്യം, യൂസുഫ് സുൽത്താനെതിരെ പരാതി പ്രളയം പത്രം ആലുവ. ആത്മീയത കച്ചവടമാക്കി വൻ സമ്പാദ്യമുണ്ടാക്കിയതായി ആരോപിക്കപ്പെടുന്ന ആലുവ തുരുത്ത് സ്വദേശി ഷെയ്ഖ് യൂസുഫ് സുൽത്താനെ എന്ന കളരിക്കൽ യൂസുഫിനെതിരെ പരാതികളുടെ പ്രളയം. ഇദ്ദേഹത്തിന്റെ മുൻ ശിഷ്യന്മാരാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി ആരോപിച്ച് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. യൂസുഫിനെതിരെ കുറച്ചു ദിവസം മുമ്പ് സോളിഡാരിറ്റി ആലുവ ഏരിയ സമിതി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ പരാതികൾ വന്നു തുടങ്ങിയത്. സോളിഡാരിറ്റിയെ പറ്റി ശേഷം ഞാൻ പറയുന്നുണ്ട്. സോളിഡാരിറ്റിന്റെ ആളുകൾ ശ്രീ രവിശങ്കറെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിച്ച് ഞാനിവിടെ കാണിക്കാൻ പോകുന്നുണ്ട്. സോളിഡാരിക്കാർ വലിയ സാലിഹ അമൽ ചെയ്യുന്നവരാന്ന് വിചാരിക്കണ്ട, ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. ഇരിക്കട്ടെ, എനിക്ക് കേട്ടോളി. ഇതേ തുടർന്നാണ് കൂടുതൽ പരാതികൾ വന്നു തുടങ്ങിയത്. വരും ദിനങ്ങളിലും കൂടുതൽ പരാതികൾ വരാൻ ഇടയുണ്ട്. സുൽത്താന്റെ കൊട്ടാര സദൃശ്യ ഭവനത്തിൽ അന്തേവാസിയായിരുന്ന ശിഷ്യൻ നാദാപുരം സ്വദേശി ബഷീറിന്റെ പരാതിയാണ് ഇതിലൊന്ന്. 2002 മുംബൈയിൽ ബിസിനസ് നടത്തിയിരുന്നപ്പോഴാണ് താനും സുൽത്താനെ കുറിച്ച് കേട്ടറിഞ്ഞെന്ന് ബഷീർ പരാതിയിൽ പറയുന്നു. അങ്ങനെ ഇയാള് ലക്ഷങ്ങൾ തട്ടിയെന്നാണ് നാദാപുരക്കാരൻ ബഷീർ പറയും. അപ്പൊ ഈ നാദാപുരക്കാരൻ ബഷീറിന് ഇതുവരെ കാതും കണ്ണൊന്നില്ലായിരുന്നോ? നമ്മളെ പണ്ഡിതന്മാര് എത്രയോ സ്റ്റേജിൽ വെച്ച് ഈ സുൽത്താനെതിരെ സംസാരിക്കുമ്പോ അന്ന് ആരും നിങ്ങളെ പുച്ഛിച്ച് തള്ളി, എന്റെ ഷെയ്ഖാണെന്ന് പറഞ്ഞു പോയിട്ട് സ്വീകരിച്ചു. ഇപ്പൊ പരാതി കൊണ്ട് ഡിവൈഎസ്പിന്റെ അടുത്തേക്ക് പോവാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെ ആരാണ് ഉത്തരവാദി? പണ്ഡിതന്മാരാണോ ഉത്തരവാദി? പണ്ഡിതന്മാരാണോ ഉത്തരവാദി? ഇതേ പത്രത്തിൽ തന്നെ അതിന്റെ നേരെ മേലെ സന്തോഷ് മാധവന്റെ സ്വത്തിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. അതിന്റെ നേരെ ചോടെയാണ് ആത്മീയത കച്ചവടമാക്കി സമ്പാദ്യം യൂസുഫ് സുൽത്താനെതിരെ പരാതി പ്രളയം. അപ്പൊ പണ്ഡിതന്മാര് പറയുന്ന നിർദ്ദേശം സ്വീകരിക്കാതെ സമുദായത്തിലുള്ള ആളുകൾ നീങ്ങിയാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഇതൊന്ന്. ഇനി വേറൊന്ന് പറയാം.
ഏതാണ്? ഇയാളുടെ കൂട്ടുകാരൻ, അതായത് ഇയാളെ ശൈഖിന്റെ ശൈഖും ഇയാളെ നമ്മളെ ഈ വേങ്ങാട് എന്താണ് ഹൽക്കട്ട ഹുവൽ ഖദീർ ആസ്ഥാന. ഞാൻ സങ്കടം പറയാണ്. ഇപ്പോ ഇന്നലെ ഞാൻ നേരിട്ടുള്ള ഒരു ചന്ദ്രിക ഇപ്പൊ എനിക്ക് ആരോ കൊടുത്തത് ഒരു ചന്ദ്രിക. ഈ ചന്ദ്രികയിൽ വേങ്ങാട് ആസ്ഥാനയിൽ ഖാദിരിയ തരീഖത്ത് പരസ്യാണ്. ഇത് ശരിയായ ഖാദിരിയ തരീഖത്താന്നാ പറയുന്നത്. ഏത്? ഈ വേങ്ങാട് ആസ്ഥാന എന്ന് പറയുന്ന ഈ കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് സ്ഥാപിച്ച ഒരു മനുഷ്യന്റെ പാവം ഒരു വിവരമില്ലാത്ത കെ അബൂബക്കർ മുസ്ലിയാർ അള്ളാഹുത്തെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, വേങ്ങാട്ട് വന്നിട്ട് പരസ്യമായിട്ട് അതിനെതിരെ സംസാരിച്ചതല്ലേ? കാന്തപുര ഉസ്താദ് സംസാരിച്ചതല്ലേ? എല്ലാ ആലിമീങ്ങളും സംസാരിച്ചതല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ അതിന്റെ പരസ്യ പത്രത്തിൽ കൊടുക്കുന്നത്? ഈ അന്ധവിശ്വാസം എന്തിനാ പ്രചരിപ്പിക്കുന്നത്? ഞാൻ സങ്കടം ചോദിക്കാൻ എന്നായിരിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞോ? ഈ വേങ്ങാട് തരീഖത്ത് അതിന്റെ കഥ കേൾക്കണമെങ്കിൽ 147 കത്താ എനിക്ക് മുരീദന്മാർ അയച്ചത്. 147 കത്ത് ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ തരീഖത്തിനെതിരെ സംസാരിച്ച വകയിൽ 147 കത്ത്. അതിലൊരു കത്തിന്റെ ഹെഡിങ് വെക്കണമെങ്കിൽ പേരോട് ദജ്ജാൽ സഖാഫിക്ക് ഒരു തുറന്ന കത്ത്. ഒരു കത്തിന്റെ ഹെഡിങ് ആണത്. എന്തില്? പേരോടില്ല ദജ്ജാലെ, നീ പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കുന്നത് നിനക്ക് നല്ലത്. പക്ഷേ നീ എന്റെ വേങ്ങാട് ശൈഖിനെ പറ്റി 838 കാസർഗോഡ് സായാഹ്ന പത്രത്തിൽ കൊടുത്ത ലേഖനവും 14 സിറാജ് പത്രത്തിൽ കൊടുത്ത ലേഖനവും വായിച്ചു. അപ്പോൾ മനസ്സിലായി ദജ്ജാലിന്റെ പണി തുടങ്ങിയെന്ന്. ഒറ്റക്കണ്ടൻ ദജ്ജാൽ എന്ന നിനക്ക് സ്വന്തം കുടുംബത്തെ തിരിച്ചറിയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ചീത്ത പറയുന്ന കത്താണ് ഇത്. ഒരു മുരീദിന്റെ കത്ത്. വേറൊരു മുരീദിന്റെ കത്താണിത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് തുറന്ന കത്ത്. താങ്കൾ ഈ കാലഘട്ടത്തിൽ ഒറ്റക്കണ്ടൻ ദജ്ജാലിന്റെ പ്രവർത്തനമാണ് എന്നിട്ട് വേറൊരു അതിന്റെ കത്ത്. 2 പെണ്ണുങ്ങൾ ഇയാളെ തരീഖത്തിൽ കുടിക്കാൻ 2 പെണ്ണുങ്ങളെ കത്ത്. ഇബിലീസ് എന്ന് പറഞ്ഞു കേട്ടതല്ലാതെ അവനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനെ കാണാനും അവന്റെ ദുഷ്ട സ്വഭാവവും അസൂയം എന്താണെന്ന് അറിയുകയും ചെയ്തു. ആ ഇബിലീസ് ആരാണെന്ന് അറിയേണ്ട, അത് നീ തന്നെയാണ് പേരോടെ. ഈ തരീഖത്തിൽ കുടിക്കിയ 2 പെണ്ണുങ്ങൾ കത്താണിത്. ഇങ്ങനത്തെ 147 കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. എന്തിന്? ഞാൻ ഈ വ്യാജ തരീഖത്തിനെ എതിർത്ത വകയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് ഇതിന്റെ കഥ? എന്താണ് ഇതിന്റെ കഥ? സുബ്ഹാനല്ലാഹ്. ഇപ്പോ മൂപ്പര് വയസ്സായിട്ട് വരുന്നില്ല, മൂപ്പര് ബാംഗ്ലൂർ കുത്തിരിക്കുക. എന്നിട്ടോ ഈ മാഹിയിലുള്ള ഒരു സാധു മനുഷ്യന്റെ ഒരു ചുക്കും അറിയാത്തൊരു മനുഷ്യൻ അയാളെ പിടിച്ച് ഖലീഫയാക്കിയിരുന്നു. എന്നിട്ട് ആ ഖലീഫന്റെ ഭാര്യയും ഖലീഫന്റെ ആൾക്കാരും മറ്റുള്ള പെണ്ണുങ്ങളും, അതിൽ പൊട്ടുതൊട്ട പെണ്ണുങ്ങളുണ്ട്, തൊടാത്ത പെണ്ണുങ്ങളുണ്ട്, ഒക്കെ ഈ ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് കാല് പിടിക്കുക. ഒരു പെണ്ണിന്റെ അടുത്ത് ഷെയ്ഖിന്റെ അടുത്ത് വന്നിട്ട് ഷെയ്ഖ് തൊള്ളേല് കേക്ക് വെച്ച് കൊടുക്കുക. ഏത്? സ്വന്തം ഭാര്യന്റെ അല്ല, മക്കളതല്ല, ആരാം പെണ്ണുങ്ങളെ. എന്നിട്ടോ ഇവളെ മുഖം ശരിക്കും കാണാത്തോണ്ട് ഇതങ്ങ് എടുത്താളാ തട്ടങ്ങ് എടുത്തു കളഞ്ഞു ഷെയ്ഖ്. നന്നായിട്ട് കാണാനേ, വയസ്സ് 90 ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വളരെ മോശക്കാരനാ ഷെയ്ഖുൻ സാനി എന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് പെണ്ണുങ്ങൾക്കെല്ലാം കേക്ക് മുറിച്ചിട്ട് കൊടുക്കും ഇയാൾ തൊള്ളയിൽ. നിങ്ങളൊന്ന് കണ്ടോളി, പൊട്ടു തൊട്ടോ തൊടാത്തോ ഒക്കെ. ഏത്? ഈ വേങ്ങാട് ശൈഖ് എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുന്നില്ല. പൊട്ടു തൊട്ടോ
മതി മതി, സമയം മതിയാവില്ല. മതി. എന്നിട്ട് ഞാനിത് പത്രക്കാർക്ക് കൊടുത്തപ്പോ ഇവര് വരെ കുടുംബങ്ങളാണ്. എങ്ങനെ ഇയാൾക്ക് പൊട്ടുപൊട്ട പെണ്ണുങ്ങൾ കുടുംബത്തിലുണ്ടായത്? സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് കത്തില് ഭീഷണിയാണ്, ഇന്നെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കുമെന്ന് ഭീഷണി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞത്, നിങ്ങളെ ഭീഷണിക്കും നമ്മൾ മുഴങ്ങൂല, നിങ്ങളെ ഭീഷണിക്ക് മുഴങ്ങൂല, നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുകൊണ്ട് കാവലാക്കൂന്ന മുഹീദ്ദീൻ ശിഖറുല്ലാഹി പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ഇന്ന് വരെ അസത്യത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭീഷണി കൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയുന്നത് നിർത്തിവെക്കുന്ന വിചാരിച്ചത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ദീന് ദീനായിട്ട് പറയും. കുറെ തട്ടിപ്പുകാർക്കുള്ളതാണോ ഇസ്ലാം ദീൻ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വേറൊരു ശൈഖ് നമ്മുടെ വടകര SYSന്റെ ജില്ലാ സമ്മേളനം നടന്നപ്പോ സമ്മേളനത്തിന് വന്ന് കുറച്ച് അപ്പുറത്ത് ചില കുട്ടികൾ നിസ്കരിക്കാൻ പോയി. ഒരു പള്ളിയാന്ന് വിചാരിച്ച് കയറിയതാ. നോക്കുമ്പോ ഒരു ഷെയ്ഖിന്റെ സ്ഥലം, ആസ്ഥാനം. ഷെയ്ഖിന് നിങ്ങൾ പേരോണ്ടാവില്ല, ഇങ്ങ് വരണ്ടാണ്. അതെന്താണ്? അതാ വടകര തങ്ങൾ എന്ന് പറയുന്നത്. വടകര തങ്ങള് സുബ്ഹാനല്ലാഹ്, തങ്ങളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. വലിയ വലിയ തങ്ങന്മാരായിട്ട് വിവാഹം എന്തൊക്കെ ഉണ്ട് ഈ പറഞ്ഞ തങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് ഹക്കായിട്ട് പറയല്ലാതെ ഒരാൾക്ക് വേണ്ടിയും സത്യം മൂടിവെക്കുന്ന പ്രശ്നമില്ല. അയാൾ എന്താ ചെയ്യലെന്നറിയോ? അയാൾ വരുന്ന പെണ്ണുങ്ങളൊക്കെ മണത്ത് വിടല, മറ്റേ ആൾ തൊള്ളയിൽ വെച്ചു കൊടുക്കല. അതൊന്ന് വെച്ചു കൊടുത്തവനെ വടകര തങ്ങളെ. ഈ വടകര എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്ന ശൈഖല്ലേ? ഇപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം. അത് ഞാൻ തന്നെ വേറെ പ്രസംഗത്തിൽ കാണിച്ച ക്ലിപ്പിൽ നിന്നാണ് കാണുന്നത്. അപ്പൊ ഇവർക്ക് ഹറാമ് ഹലാലൊന്നുമില്ല. എന്നിട്ടോ ആളുകളെ പണം പിടുങ്ങാൻ വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാലേ എന്താണ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ? നമ്മൾ ഇതിനെതിരെ സംസാരിച്ചാൽ ഇവർ പറഞ്ഞറിയോ? ഇവര് നമ്മളെ ഭീഷണിപ്പെടുത്തുക. എന്താ ഭീഷണി അറിയോ? നമ്മളെ വേങ്ങാട്ട ശൈഖ് ചെയ്ത പണി നിങ്ങൾ മൂപ്പര് CD ഇറക്കി. ആ CD പറയുന്നത് ഗവൺമെന്റിനോട് ഞാൻ പറയാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പേരോണും സമസ്തയാണ് ഉത്തരവാദി, അവരെന്നെ കൊല്ലാൻ നടക്കാണ്. എനിക്ക് ഇയാളെ കൊല്ലണോ? ഈ വയസ്സായ 90 വയസ്സുള്ള ഇയാളെ കൊല്ലാൻ നടക്കണോ ഞാൻ? അതൊന്ന് വെച്ചു കൊടുത്തവനെ. ഇനി അഥവാ എനിക്കും എന്റെ ഖലീഫമാർക്കും വല്ല ഭീഷണിയോ വല്ല അബദ്ധോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നു, ഈ പേരോടും അതിന് തരപ്പെട്ട ആളുമായിരിക്കും എന്റെ പിന്നിൽ. യാതൊരു സംശയമില്ല. അവരാ എന്നെ കൊല്ലാൻ വേണ്ടി ഈ സമസ്തയും ഈ പേരോടും എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നും നോക്കുന്നുണ്ട്. അഥവാ ഞാൻ മരണപ്പെട്ടു പോയെങ്കിലും എനിക്ക് വല്ല അബദ്ധം മരണപ്പെട്ടാണെങ്കിൽ ഈ കൗമയങ്ങളെ പിടിച്ചോ ഗവൺമെന്റിനോട് ഞാൻ പറയും. ഗവൺമെന്റിനോട് പറയാ എന്ത്? പേരോട് സമസ്യയാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, എനിക്കത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ചോളി. ഉള്ളാളും തങ്ങളെയും പേരോട് ഞാൻ വിളിക്കണ്ടേ? മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ ഉള്ളാളും തങ്ങളും കാന്തപുര ഉസ്താദും പേരോടൊക്കെ മൂപ്പരെ കൊല്ലാൻ നടക്കല്ലേ? ഞങ്ങൾക്ക് എന്താണെന്നറിയോ ഇയാള് ഇവിടെ ഉണ്ടായിട്ട്? സുബ്ഹാനല്ലാഹ്.
ഇപ്പൊ ഇങ്ങനത്തെ കക്ഷികളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിനെ പേടിച്ചു കുത്തിരിക്കുക. കറാമത്ത് തിരിച്ചാ മനസ്സിലാക്കണോ? എന്നിട്ട് വലിയ കറാമത്തിന്റെ ആളാന്ന് പറഞ്ഞിരിക്കേ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ എത്രയാ സാധനം ഇതിന്റെ പറഞ്ഞാൽ തീരുന്ന്? നിങ്ങൾ വേറൊരു സാധനം കാണിച്ചട്ടെ. അതറിയോ, ജീവിച്ചിരിക്കുമ്പോ തന്നെ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരിക്കും ശൈഖിന് ഈ കള്ളത്തരീക്കത്തുകാരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കുറെ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാര് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി കയറിങ് വരുമ്പോ നമ്മളെ ആലിമ്യങ്ങളൊക്കെ വരുമ്പോൾ തക്ബീർ അലി സ്വീകരിക്കലുണ്ടല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് തക്ബീർ അലി സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കാളും ജോറിൽ തക്ബീർ എന്നാലേ വലിയ ആളാന്ന് വരുള്ളൂ. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കത്തുകാരെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം, മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നീളം മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്ര നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിന്റെ നീളം നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഒരു ചങ്ങാതി ഇപ്പൊ രംഗത്ത് വരൂ, കണ്ടങ്ങളെ എണീറ്റുന്നു. വലിയുല്ലാഹി ജലാലുദ്ദീൻ തങ്ങളീന റഹ്മത്തുള്ളാഹി അലൈഹിന. പിന്നെ മൂപ്പര് വന്നിട്ട് മുഹീദ്ദീൻ ശൈഖിനെ ഒരൊറ്റ വിളി കേട്ടാ നമ്മൾ അന്താളിച്ചു. കേട്ടാൽ ഏത് പാവം പെട്ടു. എന്നിട്ട് കുറെ ചോറ് വെച്ചിട്ടാവും വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷണം വിതരണം ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാലിഹായ അമലാണ്. പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ്. അതാ പറഞ്ഞു നേരത്തെ പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നിയത്തിന് വേണ്ടിയാണ്. നിസ്കാരത്തിന് കൂലി ഉണ്ടാവും. എന്നിട്ട് കുറെ ചോറിങ്ങനെ കൂമലാക്കിയിട്ടോ നിങ്ങൾക്ക് കാണാം. മൂപ്പര് ഗൗസുല്ലാദവിനെ വിളിക്കുന്നതാണ്. മൂപ്പര് ഇടയ്ക്ക് ഗൗസുല്ലാദവിനെ വിളിക്കുമ്പോട്ട് മൂപ്പര് അങ്ങോട്ട് ആത്മീയതയിൽ മുഴുകിയിട്ട് ഇങ്ങനെ അങ്ങ് ഞെട്ടിപ്പോന്നുണ്ട്. അതൊക്കെ കാണാൻ ഞെട്ടലൊക്കെ. എന്നാ സംഗതി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഇയാള് സ്വന്തം ബാപ്പാക്ക് ജനിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളാ. എന്നിട്ട് അതിൽ 2 മക്കളുണ്ട്. ഇപ്പോ അയാളാണ് വലിയുല്ലാഹി ജലാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങളൊന്ന് കണ്ടോളി അയാളാ. ഒന്ന് വെച്ചു കൊടുത്താ. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനാ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ശൈഖുനാ ശൈഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا إمام الدين
يا إمام المتقين يا سلطان العارفين الشيخ محي الدين عبد القادر. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചുകൊണ്ട് സുന്നിയാവൂല. സുന്നികൾ യാ ഗൗസുൽ ആലം എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചവനൊക്കെ സുന്നിയാവൂല. അത് മനസ്സിലാക്കണം. യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? നിസ്കരിക്കാൻ പോകണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളിയിൽ പോകണ്ടോ? ഒരു കഥയുമില്ല. ഔറുസുട്ടീന്റെ മോന 4 പെമ്മക്കളാ. അതിൽ 3ാമത്തെ മോളാണ് ആസിയ. ഈ 3ാമത്തെ മോളെയാണ് ഇയാൾ കെട്ടി, സ്വന്തം പെങ്ങളെ ഇയാൾ കെട്ടി. ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ. പൊന്മള ഉസ്താദിന്റെ ഈ തരീക്കത്തിന്റെ പുസ്തകത്തിൽ, തരീക്കത്തിന്റെ സമഗ്രപഠനം ഈ പുസ്തകത്തിൽ ബഗ്ദാദി തരീക്കത്തിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളുടെ നാട്. ചിറക്കൽ മാതിരി താമസിക്കുന്ന ഔറസുട്ടി, ഐദറുസുട്ടി എന്ന വ്യക്തിയുടെ 5 ആൺമക്കൾ, മൂത്ത മകനാണ് ഈ ജമാലുദ്ദീൻ. ഔറസുട്ടി എന്ന വ്യക്തി ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു ബാപ്പ ആയിരിക്കട്ടെ. എന്നിട്ട് ഇയാൾ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്, നാട്ടുകാർ പുറത്താക്കിയതാണ്. അയാളാ യാ ഗൗസുൽ ആലം വിളിച്ചിട്ട് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ കുറെ ഏജന്റുമാരും. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി ഞാൻ കാണിക്കുന്ന വേറൊന്നാ. അതെന്താണ്? കളന്തോട് തങ്ങള്. കളന്തോട് തങ്ങള് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു, കളന്തോട് തങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ പറയും കളന്തോട് തങ്ങൾ പേച്ചാളാണ്. അപ്പൊ ഇയാള് ഇവര് ചോദിച്ചു, കളന്തോട് തങ്ങൾ പേച്ചാളാ? ആ പേച്ചാളാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? പേരെനിക്കറിയില്ല. അവരുടെ കരീം. അയാളുടെ പേര് കരീം എന്നല്ല, അയാളുടെ പേര് കരീം എന്നല്ല, കളന്തോട് തങ്ങൾ എന്ന് തങ്ങളുണ്ട്. അയാളുടെ പരിപാടി എന്താ? അയാളുടെ പരിപാടി, അയാളെ അടുത്ത് വലിയ ബാല്യക്കാർ വന്നിക്കുക, വേറെ നാട്ടുകാർ വരികയാണ്. ഈ കാര്യം ആലോചിക്കണ്ടേ? ഏകദേശ കള്ളത്തിരിക്ക തരങ്ങൾ നോക്കിക്കോളി. നാട്ടിൽ ഒരു വിലയുണ്ടാവില്ല, പുറം നാട്ടിൽ വലിയായിരിക്കും, നാട്ടിൽ കള്ളനായിരിക്കും. ഏകദേശം അങ്ങനെയാണ്. കാരണം അതിനായിട്ട് ഏജൻസികളെ വിടുകയാണ്, ഓരോ സ്ഥലത്തേക്കും ഏജൻസികളെ വിടുകയാണ്. ഏകദേശം അങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഇയാളെടുത്ത് വന്നിട്ട് എന്താ ചെയ്യുന്നത്? നൃത്തം. എന്താ നൃത്തത്തിന്റെ കോലോന്നറിയോ? എന്നിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ മൂപ്പരെയും കൈപിടിക്കുന്നില്ല. പ്രധാനമായിട്ട് അതാണല്ലോ മുറാദ്. പെണ്ണുങ്ങളും കൈപിടിക്കുന്നുണ്ട്, മടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ഒന്ന് വെച്ചു കൊടുത്തവനെ. പെണ്ണുങ്ങളും ഇനി മറ്റേ മുട്ടൊന്ന് കാണിച്ചു കൊടുത്താ മോനെ, സമയമില്ല. പാപം പോലും സന്മാർഗത്തിലാകും, പാപം പോലും സന്മാർഗത്തിലാകും. മുല്ലപ്പൂമാല വേണോ, അരി മുല്ലപ്പൂമാല വേണോ, അരി മുല്ലപ്പൂമാല വേണോ. പാപം പോലും സന്മാർഗത്തിലാകും, പാപം പോലും സന്മാർഗത്തിലാകും. മുല്ലപ്പൂമാല വേണോ, മുല്ലപ്പൂമാല വേണോ. ഓ, അത് കളന്തോട് തങ്ങള്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ കേരളത്തിൽ നിന്ന് ഈജിപ്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഒരാളുണ്ടല്ലോ. എങ്ങനെ? നമ്മളൊക്കെ കൂടെ ഒരുപാട് സ്റ്റേജിലൊക്കെ വന്ന് കുറെ കാലം നടന്നിട്ടേ പിന്നെ ഉള്ളാള് ഞങ്ങൾക്കൊന്നും മനസ്സിലാവൂല, കാന്തപുരസ്ഥാനും തിരിയൂല, ഞമ്മക്കേ തിരിയുള്ളൂ. മറ്റൊരു ഫൈസി ഈജിപ്ത് പോയിട്ട് കൊണ്ടുവന്നല്ലോ ഒരു സാധനം. ഇൻഷാ അല്ലാഹ് അയാൾ ഒരു കുറച്ച് കണക്കേക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അതിനെതിരെ 5ഓളം CD പുറത്തിറക്കിയിട്ടുണ്ട്.
അതിന് പറഞ്ഞ ഒരു കാര്യത്തിനും ആധികാരികമായി ഒരു മറുപടി അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ കുറെ തട്ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. തട്ടിപ്പിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത സീഡി എടുക്കണം. അതിൽ ഇടയ്ക്ക് പിന്നെ ഇതിന് രംഗത്ത് വരേണ്ടി വന്നതാ. ഇൻഷാ അല്ലാഹ് അടുത്തിറങ്ങും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എന്നിട്ട് അയാളെ കൂടെ കൂടിക്കൊടുത്ത ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാടെന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൂടിക്കൊടുത്തതിൽ ഒരാൾ പാവം, അള്ളാഹ് ആകട്ടെ, മൂപ്പര് പോവാത്തൊന്നും ബാക്കിയില്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ ഇറക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സീഡി വാങ്ങിക്കേട്ടാ, ഇപ്പൊ അതിനൊന്നും സമയമില്ല. അയാളുടെ വാദം എന്താ? ഒക്കെ ആൾ ദൈവങ്ങളെ കക്ഷികളാണ്. കക്കാട് ഫൈസി എന്താ പറഞ്ഞത്? കാട് ഫൈസി പറഞ്ഞത് വലിയ അള്ളയല്ല, അള്ള അല്ലാത്തതുമല്ല. അള്ളാന്റെ വലിയ അള്ള അല്ലാത്തതല്ല, ലാഹുവ വലാ ഗൈറുഹു, ഇങ്ങനെ അള്ളാന്റെ സിഫത്താണ് എന്നല്ലേ പറഞ്ഞത്. അതിനല്ലേ ഏകദേശം ക്രൈസ്തവരുടെ ക്രിസ്ത്യാനികളുടെ വാദത്തോട് തുല്യമായ ഒരു വാദമല്ലേ അത്? വലിയ അള്ളയല്ല, അള്ള അല്ലാത്തതുമല്ല. കക്കാട് ഫൈസിന്റെ നാവുകൊണ്ട് പറഞ്ഞല്ലേ അത്. ഞാനത് സീഡിയിൽ പ്രസംഗത്തിൽ അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അയാൾ കുറെ സീഡി ഇറക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി മിണ്ടിയിട്ടുണ്ട് അയാൾ. ഒന്ന് കേട്ടോളി, അത് നിങ്ങൾ ആദ്യം ഒന്ന് അത് കേട്ടോളി. ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി. അള്ളാഹു ഒരാളെ വലിയായി നിയമിക്കുമ്പോൾ അത് അള്ളാഹു അല്ല, പക്ഷേ അള്ളാഹു അല്ലാത്തതുമല്ല എന്ന ഒരു വലിയ ആശയം നാം ഗൗരവത്തോടെ പഠിക്കണം. അല്ല അല്ല വലിയ, പിന്നെ അല്ല അല്ലാത്തതും അല്ല. പിന്നെ എന്താണത്? ഇങ്ങനെ മനുഷ്യരെ അള്ളയാക്കുന്ന അല്ലെങ്കിൽ അല്ല അല്ലാത്തതല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ആൾ ദൈവ സ്വഭാവം. ആ ആൾ ദൈവ സ്വഭാവമുള്ള കക്കാട് മൂപ്പരെയും കാര്യമായ അമലെന്താ? മുട്ട് തന്നെയാ. കാര്യമായ അവർ തേറ്റു നിസ്കരിക്കലല്ല, തരീക്കത്തിൽ കുടുങ്ങിയിട്ട് ഇവരെ മുട്ട്, ശൈഖും മുട്ടെന്ന് കക്കാട് മുട്ടെന്ന് അല്ല. എന്നിട്ട് മഹാന്മാരായ ആളുകള് ദിക്റ് ചൊല്ലുന്ന സമയത്ത് തഹീജു ദിക്റിന് വേണ്ടി ദിക്റ് ചൊല്ലുന്നതിനിടക്ക് ആവേശം ഉണ്ടാകാൻ വേണ്ടി അവരിങ്ങനെ മതി പറഞ്ഞിട്ട് ചിലപ്പോ മുട്ടലുണ്ട്. ആ മുട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിച്ചത്. സംഗതി അങ്ങനത്തെ ദിക്റാണ്, അങ്ങനത്തെ മുട്ടാണോ അയാൾ മുട്ടിയത്? അയാളും അയാളെ ശൈഖുന മുരീമാലും കളിച്ച് ചിരിച്ചോണ്ടല്ലേ മുട്ടിയത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് കൈമുട്ടി കളി എന്നായിരുന്നു ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു തന്നെ. ആ കൈമുട്ടി കളി ഒന്ന് കണ്ടോളി നിങ്ങൾ, എല്ലാം ഏകദേശം തുല്യ, അത് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോളി. മതി മതി. നിങ്ങൾക്ക് കാണണോ? കക്കാട് ഫൈസി തന്നെ അന്യ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഫോട്ടോത്തിന് നിന്ന് കൊടുക്കുന്നത് കാണണോ? വെച്ചു കൊടുത്തവനെ കക്കാട് ഫൈസി അതാ ഫോട്ടോത്തിന് അന്യ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഫോട്ടോത്തിന് നിന്ന് കൊടുത്തത്. എനിക്ക് കാണണോ? കക്കാടിന്റെ ശൈഖ് രണ്ട് ഭാഗത്തും രണ്ട് പെണ്ണ്, കണ്ണൂർ ജില്ലയിലെ പെണ്ണുങ്ങളാ, രണ്ട് പെണ്ണ്. ആ പെണ്ണുങ്ങൾ രണ്ടും കക്കാടിന്റെ ശൈഖിനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഈ പെണ്ണുങ്ങളെ കുടുംബക്കാരുണ്ട്, അവര് പുറത്തപ്പുറത്താ നിൽക്കുന്നത്. കാരണം ഇയാളുമായിട്ടുള്ള ഒട്ടിപ്പിടിക്കൽ കുറഞ്ഞോണ്ടാച്ചിട്ട് അവര് രണ്ടു ഭാഗത്ത് നിന്നിട്ട് ഒന്നിങ്ങോട്ടും ഉന്തിയും പിടിച്ചു കൊടുത്തു. അതൊന്ന് വെച്ചു കൊടുത്താ അതാ ശൈഖ നടുവിലുള്ള അമ്പളക്കുപ്പായിട്ട്. അപ്പുറത്തിപ്പുറത്ത് കണ്ണൂർ ജില്ലയിലുള്ള രണ്ട് പെണ്ണുങ്ങളാ. എങ്ങനെ കണ്ണൂർ ജില്ലയിലെ പെണ്ണുങ്ങൾ ഈജിപ്തിലുള്ള ശൈഖായിട്ട് മുലകൂടി ബന്ധമുണ്ടായത്? എപ്പേനാ മുല കൊടുത്ത്? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഅദനി സ്റ്റേജ് മേൽ കയറിയിട്ട് അയാൾ ചോദിക്കുക, അന്യ പെണ്ണുങ്ങളെ ശൈഖ് തൊടുന്നുള്ള തെളിയിക്കട്ടെ എന്ന് മൂപ്പരെ വെല്ലുവിളി. സുബ്ഹാനല്ലാഹ്. അല്ല അതൊക്കെ രാഷ്ട്രീയക്കാരെ വെല്ലുവിളിച്ച പോലെ സമസ്തനെ വെല്ലുവിളിക്കണം? അതൊന്ന് വെച്ചെടുത്തവനെ. പക്ഷെ വളരെ വ്യക്തമായി ഞാൻ ചോദിച്ചു മെനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അല്ല നിങ്ങൾ ബയ്യത്ത് ചെയ്ത് കൊടുക്കൂല, ശൈഖ് റളിയല്ലാഹു അൻഹു ആരുടെയെങ്കിലും കൈപിടിച്ച് സ്ത്രീകളുടെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഇല്ല, ഇന്ന് വരെ ഒരു സ്ത്രീക്കും കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ശൈഖ് റളിയല്ലാഹു തആല അൻഹു ആരുടെയെങ്കിലും കൈപിടിച്ച് ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്ത് സ്ത്രീകളുടെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് പറയട്ടെ, അത് തെളിയിക്കട്ടെ, അതിന് തെളിവുകൾ ഹാജരാക്കട്ടെ. ഇതൊരു സാമ്പിളാണ്. മഅദനിയുടെ മനമാറ്റങ്ങൾ എന്നത് ഒരു CD ഞാൻ ഇൻഷാ അല്ലാഹ് ഇറക്കാൻ പോകുന്നുണ്ട്. ഇയാൾ പോവാത്തൊരു തരീക്കത്തുമില്ല. സുബ്ഹാനല്ലാഹ്. ഹൈദരാബാദിൽ നൂർഷാ തരീക്കത്തിൽ പോയി കൂടിയപ്പോ മൂപ്പർ അവിടുന്ന് ഒരു വയൽ പറഞ്ഞു. ആ വയലൊക്കെ ഇൻഷാ അതിന്റെ CD ഇറങ്ങും. അയാള് ആ വയൽ പറഞ്ഞെന്തറിയോ? 12 കൊല്ലം ഞാൻ പട്ടിക്കാടും പഠിച്ച് ദർസിലും പഠിച്ച് ഒട്ടാവ് പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോ 12 ദിവസം കൊണ്ട് കിട്ടിയ ഒരു ഇൽമു എനിക്ക് ആദ്യം കിട്ടിയിട്ടില്ല എന്നാ.
എന്റെ സമസ്ത 70-ാം വാർഷിക സമ്മേളനത്തിന് ഇ കെ അബൂബക്കർ മുസ്ലിയാരൊക്കെ അടങ്ങുന്ന സമസ്ത ആ 70-ാം വാർഷിക സമ്മേളനത്തിനെ അയാൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അങ്ങനെ നൂർഷാ തരീഖത്തിന്റെ തങ്ങളെ കാണാൻ വലിയ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നത്. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെ ഈജിപ്തിലെ ഇയാളെ കൂടെ കാണുന്നത് ഇരിക്കട്ടെ, ഇനി ഇയാൾ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഈ തരീഖത്തിൽ കൂടിയിട്ട് രാജിവെച്ച രാജിയാരുടെ കോഴിക്കോട്ട്. അങ്ങനെ അയാളെ പെണ്ണുങ്ങൾ കാണാൻ പോയിട്ട് അയാളെ പെണ്ണുങ്ങളെ കൈപിടിക്കുന്ന അയാൾ നേരിട്ട് കണ്ടതാ. അയാളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്ത്. ഇപ്പൊ കക്കാട് പറയാ എങ്ങനെയാ ഒരു മൊയ്ലിയാർ ഒരു സാധാരണക്കാരനെ ഇന്റർവ്യൂ ചെയ്യുക, അത് ഹറാമാന്ന് ഫത്തുൽ മില്ലുണ്ടോ? ഒരു മൊയ്ലിയാർ സാധാരണക്കാരൻ ഇന്റർവ്യൂ ചെയ്യൽ ഹറാമാന്ന് ഫത്തുൽ മില്ലുണ്ടോ? അതാ പിന്നെ മൂപ്പര മറുപടി. അതൊന്ന് വെച്ചു കൊടുത്താൽ മോനെ ഈ അഭിമുഖം ആചാര്യ സത്യം ചെയ്ത് പറയുന്നു. നമ്മളെ ദൃഷ്ടിയിൽ കെട്ടിടത്തിലോളം വടകര തരീഖത്ത് തന്നെ തരീഖത്തുണ്ട്. വടകര തങ്ങള് അയാള് ശരിക്ക് അന്യപെണ്ണുങ്ങൾ ചുംബിക്കുന്ന തന്നെ ഉണ്ട്. അതുപോലെ ഈ കൂത്തുപറമ്പിലെ ഒരു തരീഖത്തുണ്ട്, പിന്നെ ഒരു കാക്കാന്റെ, അയാളും തന്നെ വേങ്ങാട് ഷെയ്ഖ് എന്നിട്ട് അയാളും പെണ്ണുങ്ങളെ കൈപിടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ അന്യപെണ്ണുങ്ങളെ കൈപിടിക്കാനുള്ള ഇവർക്ക് ഒരു വലിയൊരു ഹോബി ആയിട്ട് തന്നെയാണ് മനസ്സിലായത് ഈ കളത്തരീഖത്തുകാർക്ക്. അപ്പൊ അത് ഈ ഷെയ്ഖ് അങ്ങനെ കൈപിടിച്ചു എന്നതിന് അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ അങ്ങനെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ട് നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങൾ നേരിൽ കണ്ടു, നിങ്ങളെ ഭാര്യനെ കൈപിടിച്ചു എന്ന് അവളും നിങ്ങളും ഇവിടെ ഇപ്പൊ നമ്മളെ മുമ്പിൽ നിങ്ങൾ സാക്ഷിയാണ്. അത് നിങ്ങൾ അള്ളാന്റെ അടുക്കലും സാക്ഷി തന്നെ ആയിരിക്കൂലേ? അത് എനിക്ക് അറിയേണ്ടിയുള്ളൂ. വല്ലാഹി ഞാനും എൻ്റെ ഭാര്യ എന്നെ സാക്ഷിയായിരിക്കും. അന്യ പെണ്ണുങ്ങൾ കൈപിടിച്ചത് പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഉണ്ടായതാണ്. അത് ഞങ്ങൾ എപ്പോഴും എവിടെ വെച്ച് ഞങ്ങൾ തുറന്നത് പറയും. ഉണ്ട്, അബ്ദുഖാന്റെ പെണ്ണുങ്ങൾ കൈപിടിച്ചു ഉണ്ട്. പോരുമ്പോൾ പിടിച്ച മറയില്ലാതെ തന്നെ. ഇനി നിങ്ങൾക്കൊരു ഞാൻ പറയാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിനെ പറ്റിയാണ്. മാതൃഭൂമി പത്രത്തിൽ സോളിഡാരിറ്റിക്കാരുടെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്താ സോളിഡാരിറ്റിക്കാർ പറഞ്ഞത്? ആത്മീയ കച്ചവടത്തിനെതിരെ ബോധവൽക്കരണം. മാതൃഭൂമി ഇത് 2007 നവംബർ 19 തിങ്കളാഴ്ച. ഇതിലെന്താ പറയുന്നറിയോ? ആൾ ദൈവങ്ങളും സിദ്ധന്മാരും ഔലിയാക്കളും പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. അവർ നേർച്ച വഴിപാടുകളും ധ്യാന കേന്ദ്രങ്ങളുമായി ആശ്രമങ്ങളിലും ദിക്ർ ഹൽക്കകളിലും കഴിയുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത ഒരു ആത്മീയ പ്രവർത്തനവും പ്രവാചകന്മാർ നടത്തിയിട്ടില്ല. അപ്പോ ഇത് സോൾഡാരിറ്റിക്കാർ പറഞ്ഞ ഔലിയാക്കൾക്ക് കണ്ട കുറ്റം, ഇവര് ഔലിയാക്കളെ പേരിൽ നടക്കുന്ന ഏതെങ്കിലും വ്യാജ ചരക്കുകളെയല്ല ഇവർ പറയും. ഇവര് പറയുന്നത് ഔലിയാക്കളെ ആൾ ദൈവങ്ങളുടെ കൂടെയും സിദ്ധന്മാരുടെ കൂടെയും കൂട്ടിപ്പറയാൻ. ആൾ ദൈവങ്ങളും സിദ്ധന്മാരും ഔലിയാക്കളും പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല. ശുദ്ധ കളവല്ലേത്? കേരളത്തിൽ ജീവിച്ച വളരെ പ്രസിദ്ധനായ വലിയായിരുന്നു ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയിട്ട് ജയിലിൽ കിടന്ന ആളാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഫതുഹുൽ മൈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വലിയാണ്, ആലിമാണ്, ഇമാമാണ്. മഹാനവറുകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം രചിച്ച ആളാണ്. മമ്പർത്ത തങ്ങള് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ വ്യക്തിയാണ്. ഏത് മഹാന്മാരായ ഔലിയാക്കളാണ് പൊതുപ്രശ്നത്തിൽ ഇടപെടാതിരുന്നത്? പൊതുപ്രശ്നത്തിൽ അവർ ഇടപെടുന്നുണ്ട്. അതേ സമയത്ത് ആത്മീയമായ ചൈതന്യം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുമുണ്ട്. ചില മഹാന്മാർ മറ്റൊരാള് അതിലിറങ്ങി പുറപ്പെടുമ്പോ ഞാൻ അതിൽ വേണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ആവശ്യമില്ലാത്ത സമയത്ത് അവരാ രംഗത്തൊന്ന് മാറി നിൽക്കുന്നവരും ഉണ്ട്. എന്നല്ലാതെ പൊതുജനങ്ങളുടെ പ്രശ്നത്തിലൊന്നും ഔലിയാക്കൾ ഇടപെടാറില്ല എന്ന് ഈ സോളിഡാരിറ്റിക്കാർക്ക് പറയാൻ എന്ത് അധികാരമാണുള്ളത് ഔലിയാക്കളെ സംബന്ധിച്ച്? അപ്പൊ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്താൻ എവിടെയുണ്ട് ചാൻസ് എന്ന് കരുതിയിട്ട് ഡ്യൂപ്ലിക്കറ്റുകളെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഒറിജിനൽ ഔലിയാക്കളെ ചോദ്യം ചെയ്യാൻ വേണ്ടി രംഗപ്രവേശം ചെയ്യുകയാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ്. അതുകൊണ്ട് തന്നെ അവരെയും കുറച്ച് വിചാരണ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ. എന്നാൽ അപ്പൊ ഔലിയാക്കളൊന്നും ഈ പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരിൽ വലിയ മഹാനാണ്. ആർക്കാണ് അറിയാത്തത്? പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ലേ? ഏത് പൊതുപ്രശ്നത്തിലും ഇടപെടുന്നുണ്ട്. പക്ഷേ മഹാന്മാരെ മുഴുവനും ഇകഴ്ത്തി ഇവര് വലിയ ആളാകാൻ വേണ്ടി ചമയാണ്. എന്നിട്ട് ഇവരാര്യാ വലിയായിട്ട് ഷെയ്ഖായിട്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ ആനയിച്ചു കൊണ്ടിരുന്ന ആര്യാ നിങ്ങൾ നോക്കിക്കോളി.
രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ഇവരാരെയാ കൊണ്ടുവരുന്നത്? മേധാ പട്കർ. അതാരാ? അതൊരു പെണ്ണാ. സോൾഡാരിറ്റിക്കാരെ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുവരുന്നത് കണ്ടോളിക്കും. ഒരിക്കും വേണ്ട ഒരു ഷെയ്ഖൊക്കെ. അപ്പോ എല്ലാരും പെണ്ണുമായിട്ടാണല്ലോ ബന്ധം. സോൾഡാരിറ്റിക്കാരും അതേ പെണ്ണുമായിട്ടതാ നടക്കുന്നത്. ഒന്ന് വെച്ചു കൊടുത്താ മനെ. സോൾഡാരിറ്റിക്കാര് ആ പെണ്ണിന് കൊടുക്കുന്ന സ്വീകരണം. അപ്പൊ പെണ്ണിനെയും കൂട്ടിയിട്ടാണ്. തക്ബീർ പറ്റാത്തത് കൊണ്ട് പിന്നെ സിന്ദാബാദാണ്. പിന്നെയോ കയ്യടിയും. എന്നിട്ട് ഇവളെയും കൂട്ടി നടക്കാണ് സോൾഡാറ്റിക്കാരൻ. എന്നാ ഈ സോൾഡാറ്റിക്കാരന് പ്രബോധനം ഒന്ന് വായിച്ചു കൂടെ? കിതാബൊന്നും മനസ്സിലാണ്ട, പഠിക്കണ്ട. പ്രബോധനം ഒന്ന് വായിച്ചു കൂടി. പ്രബോധനം മാസിക. ഏത് പ്രബോധനം? 982 ഡിസംബർ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കൽ പോലും വീട്ടിൽ നിന്നാണ് ഉത്തമം എന്ന ഹദീസ് കൊടുത്തുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാർ നന്നായിട്ട് മനസ്സിലാക്കണോ? വീട്ടിൽ നിന്നാണ് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കൽ ഉത്തമമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വായിച്ചുതരാം. ഇതിലെന്താ വിഷയം? സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്നത് തടയുവാൻ തിരുമേനി നിർദ്ദേശങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണും പെണ്ണും ഇടകലരാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു എന്നാ പറഞ്ഞു. അതിന്റെ ശേഷം പറയാൻ, എന്നിട്ടോ തിരുമേനി സ്ത്രീകളെ ജുമഅയുടെ നിർബന്ധത്തിൽ നിന്ന് ഒഴിവാക്കി. ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, അവർക്ക് വീടുകളിലെ നമസ്കാരമാണ് പള്ളികളിലെ നമസ്കാരത്തെക്കാൾ ഉത്തമമെന്നും പ്രസ്താവിച്ചു. ഇനിയും കേട്ടോളൂ. ലാ തംനഉ നിസാകുൽ മസാജിദ വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾ പള്ളികളിലേക്ക് വരുന്നത് വിലക്കരുത്. അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം. അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം. നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് നിങ്ങൾ വിലക്കരുതെന്നാ. ആ നിങ്ങൾ എന്നുള്ള എല്ലാം തട്ടിയിട്ടുണ്ട്, വേറെ വിഷയമാണ്. നിങ്ങൾ വിലക്കരുതെന്നാ. നിങ്ങൾ വിലക്കിയിട്ട് ഗുൽമാൻ ഉണ്ടാക്കണ്ട. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വീടാ ഉത്തമോ. പിന്നെ നിങ്ങൾ വിലക്കേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടാണ് ഉത്തമോ എന്ന് പറഞ്ഞാൽ ഉത്തമം വിട്ടിട്ട് പിന്നെ ഒരു പെണ്ണ് പോവോ പള്ളിയിലേക്ക്? അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്ന ഒരു പെണ്ണ് പോവോ? വീടാ ഉത്തമോ എന്ന് പറഞ്ഞാൽ പിന്നെ അതും വിട്ടിട്ട് ഉത്തമല്ലാത്ത സ്ഥലത്തേക്ക് നടന്നു പോകാൻ ഏത് പെണ്ണിനെ കിട്ടുക? അതിരിക്കട്ടെ. എന്നിട്ട് പറയുന്ന കേട്ടോളെ, അഹമ്മദ് അബൂദാവൂദ് ഉമ്മു ഹുമൈദിന് സായിദിയ പറയുന്നു, ഞാൻ ഉണർത്തിച്ചു, പ്രവാചകരെ അങ്ങയുടെ പിന്നിൽ നമസ്കരിക്കണമെന്ന് എനിക്ക് വളരെ ആശയുണ്ട്. അങ്ങയുടെ പിന്നിൽ നമസ്കരിക്കണമെന്ന് എനിക്ക് വളരെ ആശയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലാണ് ഇമാമത്തിക്കുന്നത്. അവിടെ 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ്. അവിടെ പിന്നിൽ തുറന്ന് നിസ്കരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാരാണ്. ആ നിസ്കാരത്തിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആശ ഉണ്ട് എന്നാ ഉമ്മു ഹുമൈദിന് സായിദ് പറഞ്ഞു എന്ന് പ്രബോധനം പറയുന്നത് കേട്ടോ. എന്നിട്ടോ അങ്ങയുടെ പിന്നിൽ നമസ്കരിക്കണമെന്ന് എനിക്ക് വളരെ ആശയുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിന്റെ മുറിയിൽ വെച്ചുള്ള നമസ്കാരം പുറത്തു വെച്ചുള്ള നമസ്കാരത്തെക്കാൾ ഉത്തമമാണ്. വീട്ടിൽ വെച്ചുള്ള നമസ്കാരം സ്വന്തം ഗോത്രക്കാരുടെ പള്ളിയിലേക്കാൾ ഉത്തമമാണ്. സ്വന്തം ഗോത്രക്കാരുടെ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം ജുമാഅത്ത് പള്ളിയിനേക്കാൾ ഉത്തമമാണ്. ഇതിനോട് അർത്ഥസാമീപ്യമുള്ള ഒരു റിപ്പോർട്ട് അബൂദാവൂദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാണിത്. ഖൈറു മസാജിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന. സ്ത്രീകൾക്ക് ഉത്തമമായ പള്ളികൾ അവരുടെ ഗൃഹാന്തരങ്ങളാണ്. തബറാനി അഹ്മദ്. ആയിഷ റളിയല്ലാഹു അൻഹ ബനു ഉമയ്യയുടെ കാലത്തെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു, സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥ നബി കണ്ടിരുന്നെങ്കിൽ ബനു ഇസ്രായേലിലെ സ്ത്രീകളെ തടഞ്ഞ പോലെ ഇവരെയും പള്ളിയിൽ പോകുന്നത് തടയുമായിരുന്നു. മുസ്ലിം, ബുഖാരി, അബൂദാവൂദ്. ഇങ്ങനെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് തടയേണ്ടതാണ് എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അവസാനം പറയുന്നത് കേട്ടോളൂ, സ്ത്രീ പുരുഷ സമ്മിശ്രമായ സദസ്സുകൾ ഇസ്ലാമിക പ്രകൃതിയുമായി എത്രമാത്രം വിയോജിക്കുന്നുവെന്ന് ഈ നിയമങ്ങളിൽ നിന്ന് സ്വയം വ്യക്തമാണ്. പ്രാർത്ഥനാവേളയിൽ ദിവ്യമന്ദിരത്തിൽ വെച്ച് പോലും സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നത് അനുവദിക്കാത്ത ഒരു മതം കോളേജിലും ഓഫീസുകളിലും ക്ലബുകളിലും സദസ്സുകളിലും അതനുവദിക്കുമെന്ന് എങ്ങനെ സങ്കല്പിക്കും? അപ്പൊ ആണും പെണ്ണും തമ്മിൽ ഒരു സ്ഥലത്തും സംഗമിക്കാൻ അതാ ഇടകലരുന്നത് ഇസ്ലാം ദീൻ അനുവദിക്കൂല എന്ന് പ്രബോധനത്തിൽ എഴുതിയ ജമാഅത്ത് ഇസ്ലാമിന്റെ ചെറുപ്പക്കാര് വലിയ ശൈഖായിട്ട് അതാ തലമറക്കാത്ത പെണ്ണിനെയും കൂട്ടിയിട്ട് നടക്കുന്നതാ നിങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കള്ളത്തരീക്കത്തുകാരുടെ ഈ പെൺപ്രേമം വാസ്തവത്തിൽ ഈ കക്ഷികൾക്കുമില്ലേ സഹോദരന്മാരെ? ഇനിയൊക്കെ മുജാഹിദിന്റെ മൗലവിനെ കാണണോ?
പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഇരുന്നിട്ട് കാന്തപുര ഉസ്താദിന് ഫോൺ ചെയ്യാണ്. അന്യ പെണ്ണുങ്ങളെ കൂടെ അകത്തളം പരിപാടിയാ ഇതിൽ ഏഷ്യാനെറ്റിൽ. എന്നിട്ടോ ഉസ്താദിനോട് ഒരു പെണ്ണ് ചോദിക്കാണ്, ഞങ്ങളെ മൗലൈമാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ കൂടെ ഇരിക്കാന്, അതിന് തങ്ങൾ സുന്നികൾ വരാത്തത്. അതിന് ഉസ്താദിന്റെ മറുപടി ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടവനെ. അതിപ്പോ മുജാഹിദിന്റെ മൗലവിയ, എല്ലാം പെണ്ണുങ്ങളെ കൂടിയാ. ഇവിടെ ഞങ്ങൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ സുന്നി ഫാക്ഷനിലുള്ള ഒരുപാട് പേരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട്. പൊതുവെ പറഞ്ഞു കേട്ടൊരു പരാതി, അവതരിപ്പിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതുകൊണ്ടും തീർച്ചയായും ആരും തന്നെ പങ്കെടുക്കില്ല എന്നാണ്. പക്ഷെ അത് വളരെ ഖേദകരമായി പോയി എന്നൊരു കാര്യം കൂടി ഞങ്ങൾക്കിവിടെ പറയാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിഷേധിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. മതത്തിന്റെ നിയമങ്ങൾ അങ്ങനെയാണ്. ഇതുവരെ ചരിത്രത്തിന്റെ താളുകൾ നോക്കിയാൽ ഇതുപോലുള്ള ചർച്ചകൾ പുരുഷന്മാരെ സംബന്ധിക്കുന്ന ചർച്ചകൾക്ക് സ്ത്രീകൾ നേതൃത്വം നൽകുകയോ പരപുരുഷന്മാർ ഒരേ സദസ്സിൽ കലർന്ന് ഇരുന്നുകൊണ്ട് നടത്തുകയോ ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഇസ്ലാമിക ചരിത്രത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ പരപുരുഷന്മാരും ഒന്നായി ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഇരുന്ന് ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ള ഈ മൗലവിമാർ തന്നെയാണ് ഇസ്ലാമിനെ വികലമാക്കിയിട്ടുള്ളത്. അവരാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടോ, സുബ്ഹാനല്ലാഹ്. ഇനി ഇവരെന്താ ചെയ്യാന്നറിയോ? ഇതിനെ മറികടക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പ്രസംഗിക്കുമ്പോ ഇടക്കിടയ്ക്ക് ആരോ പെണ്ണ് വരുന്നുണ്ടോ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ കഴിയുമോ? അപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേജ് പോലെ എന്ത് ചെയ്യുന്നറിയോ? ഇനി ഇവരെ കുതന്ത്ര ഇനി മറുപടി അറിയണല്ലോ. അതിന് കൗണ്ടർ ചെയ്യാൻ മൗലവിമാരെടുക്കുന്ന പണി എന്തായിരിക്കും എന്നറിയോ? ഇനി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മളെ ആലിമീങ്ങൾ ആരെങ്കിലും ഇരിക്കുമ്പോ, അല്ലെങ്കിൽ വിദേശത്തോ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മളെ ആലിമീങ്ങൾ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുമ്പോ മെല്ലെ ബാഗിൽ കൊണ്ടുപോയിട്ട് ഒരു പെണ്ണിനെ നിർത്തൂ, മെല്ലെ ഫോട്ടോയും എടുക്കൂ. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി കണ്ടോ നിങ്ങളെ മര്യാദമാരുണ്ടല്ലോ പെണ്ണുങ്ങളെ കൂടെ. പെണ്ണുങ്ങൾ ക്ഷണിച്ചിട്ട് പോയിട്ട് അതിൽ പങ്കെടുക്കുന്നതും ഒരു പെണ്ണ് ബാക്കിൽ അറിയാണ്ട് വന്ന് നിന്നിട്ട് പോകുന്നതും രണ്ടും ഒരുപോലെയാ. എന്താണ് ഞാൻ കണ്ടതല്ലേ? ഞാൻ ബഹ്റൈനിൽ പോയിട്ടേ, എന്താ പള്ളിന്റെ പേര്? അറാദിൽ പള്ളിയാ. ഞാൻ അവിടെ പോയിട്ട് വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ആൾക്കാർ എനിക്ക് സമ്മതവും തന്നു. അപ്പോ പിന്നെ ജാമിയ സേദിയന്റെ ഒരു പ്രതിനിധി ഉണ്ടെന്ന് അവിടെ. അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾക്ക് എന്തോ കിട്ടുന്നേ കിട്ടിക്കോട്ടെ, അള്ള കണക്കാക്കി എനിക്കെന്തായാലും കിട്ടൂ. അയാൾ അവിടുന്ന് പ്രസംഗിച്ചിട്ട് അയാൾക്ക് വിട്ടുകൊടുത്ത സ്ഥലം. ഞാൻ വേറൊരു പള്ളി പ്രസംഗിക്കാൻ പോയി. സുബ്ഹാനല്ലാഹ്, ഞാനാ പ്രസംഗിക്കാന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ജമാഅത്തുകാർ മുജാഹിദീങ്ങൾക്ക് റൂമിൽ നിന്ന് എല്ലാ പെണ്ണുങ്ങളെയും കൂട്ടി വന്ന്. എന്തിന്? ജുമയ്ക്ക് ഞാൻ പങ്കെടുക്കുന്ന പെണ്ണുങ്ങളുള്ള പള്ളിയിൽ പെണ്ണുങ്ങളുടെ ഇത് വെച്ചാലേ അങ്ങനെ ജോറായിട്ട് പെണ്ണുങ്ങളെല്ലാം കൂട്ടി വന്ന് തൊട്ടടുത്ത് ടൗണിലാവുമ്പോ പള്ളിയുടെ തൊട്ടടുത്ത് ചിലപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള റൂം ഉണ്ടാവും. മർക്കസ് സുന്നി തന്നെ കോഴിക്കോട്ട് നമ്മളെ പള്ളിന്റെ അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ റൂമുണ്ട്. കാരണം അവിടെ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജൊക്കെ വരുന്ന പെണ്ണ് നിസ്കരിക്കണ്ടേ. അപ്പൊ അങ്ങനെ നിസ്കരിക്കുന്ന റൂമിൽ കയറ്റിയിട്ട് നിസ്കരിപ്പിച്ചിട്ട് അവരെ മെല്ലെ ഇറക്കിക്കൊണ്ടിരിക്കുക. മൊയിലാർ ഇറങ്ങുമ്പോൾ തന്നെ അവരോട് ഇറങ്ങാൻ പറയാ. എന്നിട്ട് ഒന്നായിട്ട് ഇറങ്ങി വരുമ്പോൾ പെണ്ണുങ്ങളെ ഇറങ്ങാൻ ഫോട്ടോ എടുക്കുക. ഇതിനു വേണ്ടി ക്യാമറയും എടുത്ത് സ്വന്തം പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് മുജാഹിദുൽ ജമാഅത്ത് ഇസ്ലാമിക്കാരും പള്ളിയിൽ വന്ന്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഞാൻ വേറെ പള്ളിയിൽ പോയതുകൊണ്ട് ഇളിബ്യരായിട്ട് മടങ്ങിപ്പോണ്ടി വന്ന്. അങ്ങനത്തെ കുതന്ത്രാണ് അവരെ പരിപാടി. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുകൊണ്ടാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി ഞാൻ കാണിക്കാൻ വന്നറിയോ? ഇവര് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിക്കാർ രവിശങ്കറെ വിളിച്ചാലും ഞാൻ കാണിച്ചു തരാം. എന്റെ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ വേദോത്തൊന്ന് കേൾക്കണല്ലോ. ഇവര് ഈ സിദ്ധന്മാരുടെ വിഷയത്തിൽ ഇവര് വലിയ മഹാന്മാരാണെന്നല്ലേ വ്യക്തി തീർക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണല്ലോ. സോളിഡാരിറ്റിന്റെ പ്രസിഡന്റ് പറയാണ്, മതവിശ്വാസികൾ തങ്ങളിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണം, അവരെ തുരത്താൻ മുന്നിട്ടിറങ്ങണം. ഈ അപകടത്തെക്കുറിച്ച് സോളിഡാരിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. മാധ്യമം 29 വ്യാഴം. അപ്പൊ സോളിഡാരിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകി എന്നാ പറയുന്നത്. എന്നാൽ ഇവർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഒന്നും കൂടി നിങ്ങളൊന്ന് കേട്ടോളി. എന്താ? വേറൊരു മാധ്യമം, ആ മാധ്യമത്തിൽ ഇവരെന്താ എഴുതുന്നതെന്നറിയോ? ഇവരെഴുതുന്നത് ഈ സന്തോഷ് മാധവനുണ്ട്. ഈ സന്തോഷ് മാധവനൊക്കെ വാസ്തവത്തിൽ ശ്രീ രവിശങ്കർ പോലെ ഉള്ള ഒരാളായിട്ട് വളരെയു അതിലിടക്ക് ഉരുണ്ട് വീണു. ഏതാണ് അതൊന്ന് ആദ്യം വായിച്ചു, എന്നിട്ട് ഞാൻ മറ്റേ കാണിച്ചു തരാം. കേട്ടോളെ. സന്തോഷ് മാധവന്റെയും ഭദ്രാനന്ദന്റെയും തന്നെ കാര്യമെടുക്കുക. ആവും വിധം അധികാര സ്ഥാനങ്ങളിലുള്ളവരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വരുതിയിലാക്കി കത്തിക്കയറുകയായിരുന്നല്ലോ ഇരുവരും. വഴിയെ പോയ ഒരു ഇന്റർപോൾ നോട്ടീസ് കാലക്കേടിന്
കുരുങ്ങിയിരുന്നില്ലെങ്കിൽ ഇവരും നാളെ മറ്റൊരു ബാബയും അമ്മയും ശ്രീയുമായി വളർന്നു വലുതാകില്ലെന്ന് ആര് കണ്ടു? അപ്പോ സന്തോഷ് മാധവൻ തട്ടി വീണതാ, അല്ലെങ്കിൽ അയാൾ ഒരു ശ്രീ ആകുമായിരുന്നു എന്നാണ് ഇവരിപ്പോ ഇവരുടെ മാധ്യമത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ തന്നെ എഴുതുന്നത്. ഏത് മാധ്യമം? മെയ് 30 പള്ളി. എന്നാ കേട്ടോളി, അടുത്തത് കേട്ടോളി. ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ ആരിഫ് അലി, അയാൾ എന്താ എഴുതുന്നത്? അയാൾ അതിനെക്കാളും ജോറായിട്ട് എഴുതുന്നുണ്ട്. അതെന്താ? അത് കേട്ടോളി. തന്നെ പോലെ സമശീർഷനായ മനുഷ്യനെ ദൈവമായി കാണുന്ന അന്ധവിശ്വാസം ഈ ആധുനിക കാലത്തും മനുഷ്യർ വെച്ചു പുലർത്തുന്നത് തികച്ചും അത്ഭുതകരമാണ്. അപ്പൊ അത് ഭയങ്കര അത്ഭുതമാണ്. ഒരു എന്നെ പോലത്തെ ഒരു മനുഷ്യനെ ഞാനങ്ങനെ ദൈവക്ക അത്ഭുതകരമാണ് എന്നാ പറയും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആൾ ദൈവമായി രംഗത്തുള്ള ഏറ്റവും വലിയ ആളായിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞത് ആരെയാ? ശ്രീ രവിശങ്കരെയാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെ പരാമർശിക്കുന്നില്ല, എനിക്ക് അയാൾ പരാമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ശ്രീ രവിശങ്കറെ ഏതെങ്കിലും ഒരു സുന്നത്തി ജമാഅത്തിന്റെ വേദിയിൽ ഇന്ന് വരെ സുന്നികൾ കൊണ്ടൊന്ന് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ ക്ലാസ്, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് സുന്നികളായ പണ്ഡിതന്മാർ ഇന്ന് വരെ എടുപ്പിച്ചിട്ടുണ്ടോ? അതേ സമയത്ത് ഞാൻ വായിക്കട്ടെ ചന്ദ്രിക, ഫോട്ടോയും കാണിച്ചു തരാ. അത് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളൂ. അതാ ശ്രീ രവിശങ്കറാണത്. ആ രവിശങ്കർ നിൽക്കുന്ന സ്റ്റാൻഡ് കണ്ടോ നിങ്ങൾ? ഈ സ്റ്റാൻഡ് പോലത്തെ ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ഒന്ന് വായിച്ചു നോക്കൂ. എന്താ ഉള്ളത്? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക സ്റ്റാൻഡും വെച്ചിട്ട് വയത് പറയാണ്. ആര്? ശ്രീ രവിശങ്കർ വയത് പറയാണ്. മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാരാ? ജമാഅത്തെ ഇസ്ലാമിയുടെ ചെറുപ്പക്കാരാ. എന്താ സംഭവം? ഞാൻ ചന്ദ്രിക നോക്കി വായിക്കാം കേട്ടോ. ആൾ ദൈവങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയിൽ എന്താണോ പണി? ചന്ദ്രിക ഇതാണ് കേട്ടോളി. ജമാഅത്ത് ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് 25 CP സൈദലവിന്റെ ലേഖന. അതിൽ അയാൾ ചിത്രവും കൊടുത്ത് എഴുതാണ് കേട്ടോളി. എന്താണ് എഴുതുന്നത്? ആൾ ദൈവങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയിൽ എന്താണോ പണി? ആർട്ട് ഓഫ് ലിവിംഗ് എന്ന ജീവന കലയുടെ ഉപജ്ഞാതാവായ ശ്രീ രവിശങ്കറിന് മുന്നിൽ എന്ത് അഭ്യസിക്കാനാണ് ജമാഅത്തുകാർ ചമ്രം പടിഞ്ഞിരിക്കുന്നത്? ഇസ്ലാമിക പ്രസ്ഥാനമെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നവർ ഈ പുതിയ ദർശനത്തിനു മുന്നിൽ ധ്യാന നിമഗ്നരായി ആത്മനിർവൃതി കൊള്ളുന്നത് കാണുമ്പോൾ ആരും ഇങ്ങനെ ചോദിച്ചു പോകും. എന്നിട്ട് പിന്നെയും പറയുന്ന കേട്ടോളി ലാസ്റ്റ്, ആദർശത്തിനു നിരക്കാത്തവരെ സ്വന്തം പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്താനും ഈ മതസംഘടനക്കാരെയും പേടിക്കേണ്ടതുമില്ല. എന്നിട്ടും എന്തേ ശ്രീ രവിശങ്കർ കർണാടകയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത് ആത്മീയ പ്രഭാഷണം നടത്തിയത്? അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയാനാകുമോ ജമാഅത്തുകാർക്ക്? ഋഷിമുഖ് എന്ന് പേരായ മലയാളം മാസികയിൽ 2003 മെയ് മാസത്തിൽ ഈ സമ്മേളനത്തിലെ രവിശങ്കർ പ്രഭാഷണത്തിന്റെ വിവിധ ഫോട്ടോകൾ വന്നിട്ടും ഒരു ജമാഅത്തുകാരനും ഇന്നോളം നിഷേധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്തു മനസ്സിലാക്കണം? ശ്രീ രവിശങ്കറുടെ ദർശനങ്ങളുടെ പ്രചാരണമാണ് ഈ മാസികയുടെ ലക്ഷ്യം. പ്രൊഫസർ ടി സുശീലൻ മാനേജിംഗ് എഡിറ്ററായി തൃശൂർ പഴയ നടക്കാവിൽ നിന്ന് വ്യക്തി വികാസ് കേന്ദ്ര പ്രസിദ്ധീകരിക്കുന്ന ഋഷിമുഖിന്റെ മുഖചിത്രം തന്നെ വശ്യമനോഹരമായി ചിരിക്കുന്ന ശ്രീയാണ്. മാസികയുടെ ഇന്റർനെറ്റ് എഡിഷൻ പോലും ലഭ്യം. 49-ാം ലക്കത്തിന്റെ പുറം ചട്ടയുടെ 2-ാം പേജ് മുഴുവൻ ബഹുവർണത്തിലുള്ള ഈ ചിത്രങ്ങളാണ്. ജമാഅത്ത് നേതാക്കൾ നിരനിന്നിരിക്കുന്ന വേദി, പ്രവർത്തകർ നിറഞ്ഞ സദസ്, നിർമ്മലമായി ചിരിച്ചുകൊണ്ട് ഗുരുജി പ്രഭാഷണം നിർവഹിക്കുന്നു. ആനന്ദലബ്ധിക്കിനി എന്തു വേണമെന്നു പ്രസ്ഥാന പ്രവർത്തകരുടെ മുഖം വായിക്കാം. ഓ സഹോദരന്മാരെ, ആൾ ദൈവമായി ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമവും ജമാഅത്ത് ഇസ്ലാമിയുടെ ആരിഫലിയും ജമാഅത്ത്
ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയും ആൾ ദൈവങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് ഇവിടെ ക്യാമ്പയിൻ നടത്താൻ ഇറങ്ങുമ്പോ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഈ ആൾ ദൈവത്തിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് നിഷേധിക്കാൻ കഴിയുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം അവരുടെ ലക്ഷ്യമല്ല, ഇസ്ലാമിനെ നശിപ്പിക്കലാണ് ലക്ഷ്യം. ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹാന്മാരെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ചോദ്യം ചെയ്ത് ദീന് നശിപ്പിക്കാൻ വേണ്ടി കപട പ്രവർത്തനങ്ങളുമായിട്ടല്ലേ ജമാഅത്ത് ഇസ്ലാമി ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഇവരുടെ പ്രസംഗം, ഇവരുടെ മാധ്യമത്തിലെ ലേഖനത്തിൽ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും, അതേ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവറുകൾ അതാത് സന്ദർഭങ്ങളിൽ ഏത് പ്രശ്നമുണ്ടായാലും ആരുടെ മുഖത്ത് നോക്കിയും മുസ്ലിങ്ങളുടെ അതുപോലെ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ സർവ്വമതക്കാരുടെയും വിഷയത്തിൽ ഒരുപോലെ ശബ്ദിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ചും അതിന്റെ ഏത് കാര്യങ്ങളും മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഉസ്താദ് അവറുകൾ ഇവിടെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അടക്കം ചോദ്യം ചെയ്യപ്പെടുകയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തുകയും എല്ലാ ആത്മീയതയും ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തപ്പോ ഈ പറയുന്ന വിനീതനായ ഞാനും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും SYSന്റെ കീഴിൽ പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ പത്രപ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിന്റെയും മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വിദേശത്ത് നിന്ന് പത്രപ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനെ കയറി പിടിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കാന്തപുരത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഏത് ജമാഅത്ത് ഇസ്ലാമിക്കാരനാ ചോദ്യം ചെയ്യുന്നത്? ശ്രീ രവിശങ്കറെ കൊണ്ടുവന്ന് അനുയായികൾക്ക് ക്ലാസ് എടുപ്പിച്ച ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കാന്തപുരത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുകയാണ്. കേട്ടോളൂ നിങ്ങൾ. എന്നിട്ട് മാധ്യമത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ നിസ്സാരപ്പെടുത്തി കാന്തപുരം ഉസ്താദിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനം കേട്ടോളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ വിഭാഗത്തിന്റെയും കപട മുഖങ്ങളെ സംബന്ധിച്ച് അത് വെറും ഈ കള്ളത്തരീക്കത്തുകാരെ മാത്രം പറയാനല്ല ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ എല്ലാ വ്യാജന്മാരെയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് പഠിച്ചത്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഒരു വ്യാജ സംഘടനയാണ്, ഇസ്ലാമിന്റെ പേരുള്ള ഒരു വ്യാജ പരിപാടിയാണ്. അതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് ജനങ്ങൾ. ഞാൻ കേൾപ്പിക്കാം, കേട്ടോളൂ. എന്താ പറയുന്നത്? ഇങ്ങനെ ഏത് കോണോമ്പാറയിലെയും മുതലമടകളിൽ പൊതുജനം കൈയിടാൻ തുടങ്ങിയാൽ കച്ചവടം ഒട്ടുമെന്നുറപ്പായതോടെ മതജാതിഭേദമന്യേ ആത്മീയ വ്യാപാരികളും വ്യവസായികളും പുതിയ ഏകോപന സമിതി രംഗത്തെത്തുകയാണ്. വ്യാജസാമി സിദ്ധവേട്ടയിൽ അമൃത സ്വരൂപാനന്ദയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഒരുപോലെ ആശങ്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. മതത്തെയും ആത്മീയതയെയും വിറ്റു ആളും അർത്ഥവും സമ്പാദിക്കുന്ന കള്ള നാണയങ്ങൾക്കെതിരായ നീക്കം എന്തിനാണാവോ ഇവരുടെ ഉറക്കം കെടുത്തുന്നത്? കാന്തപുരത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് പോൽ. കാന്തപുരത്തിന്റെ ഉറക്കമല്ല വാസ്തവത്തിൽ കെടുത്തുന്നത്. കാന്തപുരത്തിന്റെ ജീവിതത്തിൽ ശ്രീ രവിശങ്കറെ കൊണ്ടുവന്നിട്ട് ഒരു ക്ലാസ് എടുപ്പിച്ചതായി ജമാഅത്തുകാരന് തെളിയിക്കാൻ കഴിയോ? ഏതെങ്കിലും ആൾ ദൈവങ്ങളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചതായി തെളിയിക്കാൻ കഴിയോ? അതേസമയം ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ക്ലാസ് ഞാൻ കാണിച്ചില്ലേ ഇവിടെ? സഹോദരന്മാർ മനസ്സിലാക്കണം. ഇനിയും പറയുന്നത് കേട്ടോ, ഇവര് പറയാണ് എന്താ പിന്നെ പറയുന്നത്? എന്താ എന്നിട്ട് ഈ ആളുകളുടെ സുബ്ഹാനല്ലാഹ് തൊലിക്കെട്ടി എന്ന് പറഞ്ഞാല് ഭയങ്കര തൊലിക്കെട്ടി തന്നെ. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെഴുതുന്നത് എന്താ എഴുതുന്നത് അറിയും? ആമം വെക്കണോന്നാ. ആർക്കാ ആമം വെക്കേണ്ടത്? ആർക്കാണ് ആമം വെക്കേണ്ടത്? ആരിഫ് അലി, ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് ആരിഫ് അലി, അദ്ദേഹം പറയാണ് ആമം വെക്കണം. ആർക്കാമം വെക്കണം? ആമം വെക്കേണ്ടത് ഈ രവിശങ്കറിനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുന്ന ആരിഫ് അലിന്റെ തന്നെ ആമം വെക്കേണ്ടത്. കയ്യാമം വെക്കുക. മതവിശ്വാസങ്ങൾ തങ്ങളിലെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണം, അവരെ തുരത്താൻ മുന്നിട്ടിറങ്ങണം. ഈ അപകടത്തെക്കുറിച്ച് ഈ സോളിഡാരിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ മുജീബ് റഹ്മാൻ പ്രസിഡന്റ് സോളിഡാരിറ്റി അയാൾ പറഞ്ഞു കയ്യാമം വെക്കണം. ആരെ കയ്യാമ വെക്കേണ്ടത്? ഇയാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഈ പ്രഭാഷണം നടത്തിച്ചിട്ട് ആത്മീയത ഉണ്ടാക്കി കൊടുക്കാൻ തുനിഞ്ഞ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കളുടെ കൈക്കാണോ ആമം വെക്കേണ്ടത്? അല്ല, കാന്തപുരത്തിന് പോലുള്ള ആളുകളുടെ കൈക്കാണോ ആമം വെക്കേണ്ടത്? ഇനി സഹോദരന്മാർ ഒരു പാടിന് ഇത് വായിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവര് പറയുന്നത് എന്താണ്? ജാറമാണ് പോലും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ആര്? ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മാധ്യമത്തിൽ പറയാണ് ജാറമാണ് പ്രശ്നം ഉണ്ടാക്കിയത്.
അത് ഒന്ന് കേട്ടോളിങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇവരെ ധാരണ ഇവരിങ്ങനെ ഒളിച്ചവിടെ ഇരുന്നാല് വേറെ ആരും വീഴോന്നും അറിയില്ല, അവർക്കിങ്ങനെ പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്തു പോയാൽ മതി എന്നാണ് ധാരണ. ആ ധാരണ മുമ്പെങ്ങാനും തിരുത്തപ്പെടേണ്ട ധാരണയാണ്. കേട്ടോളെ, മാധ്യമപത്രത്തിൽ എഴുതാണ്: സത്യത്തെ തലകീഴായി പിടിച്ചാണ് അമൃത സ്വരൂപാനന്ദ മാതൃഭൂമി മെയ് 28 എഴുതിയ ലേഖനത്തിൽ വ്യാജോക്തി ചമയ്ക്കുന്നത്. ഈ പറയുന്ന മഠങ്ങളുടെയും ജാറങ്ങളുടെയും സ്വാമിമാരുടെയും ദിവ്യന്മാരുടെയും സാമൂഹിക സേവന സംരംഭങ്ങൾ കണ്ടല്ല ജനം അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കും, ഇതിലിടക്കതിനാ ജാറത്തിനെ പറഞ്ഞു വരും? ഇതിലിടക്കതിനാ ജാറത്തിനെ പറഞ്ഞത്? വാസ്തവത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ജാറം അത് മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം. ആ ജാറം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിഷേധിക്കാൻ കഴിയുമോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക്? ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമായ മദീനയിൽ പച്ചക്കുബ്ബയുള്ള വലുകൂറ്റൻ ജാറം. ജാറത്തിനെ എന്തിന് മാധ്യമം ഇവിടെ ചോദ്യം ചെയ്തു? ശ്രീ രവിശങ്കറെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാര് ജാറത്തിനെ ഇതിന്റെ ഇടയ്ക്ക് എന്തിന് ചോദ്യം ചെയ്തു? എന്തിനാ കാന്തപുരം പ്രസ്താവന ഇറക്കേണ്ടി വന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഇവരുടെ ഖബർ പൂജാന ബുക്കുണ്ട്. ഇതാണിത്. ഇതിൽ പറഞ്ഞ കെട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താൽ ഫലം കിട്ടൂലാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? വഫാത്തായി മറവ് ചെയ്യപ്പെട്ട അന്ന് തന്നെ കെട്ടിടമുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. കെട്ടിടത്തിലാണ് അവിടുത്തെ ഖബർ ഉള്ളത് അന്ന് തന്നെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ആ 3 മഹാന്മാരെ സിയാറത്ത് മുടക്കാനല്ലേ ജമാഅത്ത് ഇസ്ലാമിന്റെ IPH പ്രസിദ്ധീകരിച്ച ഖബർ പൂജ എന്ന ഈ പുസ്തകത്തിൽ കെട്ടിടമുള്ള ഖബർ സിയാറത്ത് ചെയ്താൽ ഫലം കിട്ടൂലെന്ന് എഴുതിയത്? എന്തിനാണ് ഇവർ ജാറത്തിനെതിരെ സംസാരിക്കുന്നത്? സംസാരിക്കേണ്ട വിഷയം സംസാരിച്ചാ പോരെ? ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കളോ, ഇവർക്ക് ഏറ്റവും വെറുപ്പ് ആരോടാ? വെറുപ്പ് ഔലിയാക്കളോട്, മഹാന്മാരോട്, ജാറത്തിനോട്. അതെന്തിനാ അങ്ങനെ? ഇവർക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? ആൾദൈവങ്ങളോട്. ശവക്കല്ലറാന്നല്ലേ ഇതേ സാധനത്തിൽ തന്നെ മഹാന്മാരായ അമ്പിയാക്കളെ ഖബർ പരി ശവോന്നല്ലേ പറഞ്ഞത്? അമ്പിയാക്കളെ സംബന്ധിച്ച് വഫാത്തായ അമ്പിയാക്കളെ പരി ശവക്കല്ലറാന്നല്ലേ പറഞ്ഞത്? ശവകുടീരം എന്നല്ലേ പറഞ്ഞത്? ഇനി നിങ്ങൾക്ക് കേൾക്കളോ, ഇതെല്ലാ കക്ഷിയും മുജാഹിദായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് 2 കക്ഷികളിൽ പ്രശ്നം എന്താ? അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് സ്ഥാനം അനുവദിച്ചുകൂടാ. അവര് കിടക്കുന്ന സ്ഥലം വരെ ശവക്കല്ലറ. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മൗലവിന്റെ മയ്യിത്ത് കൊണ്ടുപോകുമോ അതാ മൗലവിന്റെ ശവം കൊണ്ടുവന്ന് തന്നെ അയാൾ ഇഷ്ടപ്പെടുവോ? അയാൾ അനുയായികൾ ഇഷ്ടപ്പെടുവോ? എന്തിനാ അമ്പിയാക്കള് മക്ബറെ സംബന്ധിച്ച് ശവക്കല്ലറ എന്ന് പറഞ്ഞത്? എന്തിനാ ശവകുടീരോ എന്ന് പറഞ്ഞത്? ഇനി നിങ്ങൾക്ക് കേൾക്കളോ, ഞാൻ ഓരോന്നും സ്ക്രീനിൽ ഓരോ പുസ്തകങ്ങൾ കയറ്റിയിട്ടുണ്ട്. സ്ക്രീനിൽ CD ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ തെളിവ് സഹിതം തന്നെ കാണാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് മുജാഹിദിന്റെ ഒരു വലിയ മൗലവി. അയാൾ പറയുന്നത് ജാറോ എന്ന് പറഞ്ഞാൽ ലേനത്തിന്റെ കേന്ദ്രമാണ്. മരിക്കാൻ നോക്കുമ്പോൾ പറഞ്ഞതാ. ഉമർ മൗലവിയാ. ഒന്ന് കണ്ടോട്ടെ, ഒന്ന് വെച്ചു കൊടുത്താ മോനെ, അയാളൊന്ന് പറ. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മാലിക്കുകളാക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. കിതാബൊക്കെ ഇപ്പൊ കണ്ടത് ലയനത്തിന്റെ കേന്ദ്രമാണ് ജാറോ. മദീനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറുണ്ട് പള്ളിയോട് ചേർന്ന്. അത് ലയനത്തിന്റെ ഒരു കേന്ദ്രം. അവർക്ക് ഇടിച്ച് നിരത്തിയാൽ രക്ഷ ഉണ്ടാവും. പിന്നെ മൂപ്പർക്ക് വഹി ഉണ്ടായത് എന്താണെന്നറിയോ? ഇങ്ങനെ ജാറങ്ങളൊക്കെ ഒന്ന് നശിപ്പിച്ചാലും മലക്കുകൾ ഇറക്കും അല്ലാഹു തആല സഹായിക്കാൻ വേണ്ടി, മുസ്ലിമുകളെ സഹായിക്കാൻ. അതായത് ഖുർആനിലുള്ളത്, ഏത് ഹദീസിലുള്ളത്? അത് നിങ്ങൾ ചോദിക്കേണ്ട. ഉമർ മൗലവിക്ക് വന്ന വഹിയ. അല്ലാഹ് മൂപ്പരെയാ ഏൽപ്പിച്ച് മലക്കുകളെ ക്യാപ്റ്റനായിട്ട് മലക്കുകൾ ഇറക്കി കൊടുക്കും. മൂപ്പർക്ക് ഇറങ്ങിയ വഹിയ. അമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുദില്ല അന്നാസ ബിഗൈരി ഇൽമിൻ. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുന്ന ഇവരെക്കാൾ വലിയ അക്രമി ആരാണ് സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഉമർ മൗലവിന്റെ നെഞ്ഞത്തല്ലേ പോയി തെറിക്കുന്നത്? നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും മഹാന്മാരുടെ ജാറത്തിന്റെ മഹത്വം എത്രയാ പറഞ്ഞത്? അതുണ്ടോ പറഞ്ഞു തീർക്കാൻ ഇവിടെ സമയം? ഞാനതൊക്കെ പല CD-യിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്ന നാദാപുരത്ത് ഞാൻ നടത്തുന്ന ആ ഖണ്ഡന പ്രസംഗത്തിന്റെ CD മുസ്ലിം ഉമ്മത്ത് നന്നായൊന്ന് കേട്ടു നോക്കണം.
നന്നായി ഒന്ന് കേട്ടു നോക്കണം. ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിന്റെയും തെളിവ് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് പ്രസംഗിച്ച സീഡിയും കേട്ടു നോക്കണം. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. എന്നാ ഇനി സഹോദരന്മാരെ, നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഔലിയാക്കളുടെ മഖ്ബറ മുഴുവനും ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് പ്രസംഗിച്ച ഈ മൗലവി, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമുമായി എന്താ ബന്ധം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിൽ അവിടുത്തെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലം ചോദിച്ചു വാങ്ങി എന്നല്ലേ ബുഖാരിയിലുള്ളത്? അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബറക്കത്ത് ചെയ്തു എന്നല്ലേ ഉള്ളത്? അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറടക്കം ഉള്ളത് കൊണ്ടല്ലേ? അതുപോലെ എന്തിനധികം പറയണം, മുജാഹിദിന്റെ ഇസ്ലാഹി മാസികയിൽ തന്നെ കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് 1000-ഓളം വരുന്ന അമ്പിയാക്കളെ ഖബറുണ്ടെന്ന് അവർ എഴുതിയിട്ടില്ലേ? ഞാൻ അതിനെ സംബന്ധിച്ച് നാദാവർത്തി ചോദിച്ചിട്ട് സെലഫി മിണ്ടിയിട്ടില്ലല്ലോ. എന്നാ സഹോദരന്മാര് മനസ്സിലാക്കണം, സുബ്ഹാനല്ലാഹ്. ഇനിയും നിങ്ങൾ കേട്ടോളൂ, തീർന്നില്ല. എന്താ പറയുന്നത്? ഇയാള് പറയാണ് ലഅനത്തിന്റെ കേന്ദ്രമാണ്. എന്നിട്ട് മൂപ്പരെന്താ ചെയ്തത്? മൂപ്പർ ഇ കെ ഹസൻ മുസ്ലിയാർ മരിക്കാൻ നോക്കുമ്പോൾ ഒരു കത്ത്, ഇ കെ ഹസൻ മുസ്ലിയാരെ മുസ്ലിം ആകണമെന്നാ രക്ഷപ്പെടാന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെന്താ ഉണ്ടായ ഭവിഷ്യത്ത് നിങ്ങൾ അറിയോ? ഉമർ മൗലവിന്റെ വളരെ പ്രധാനപ്പെട്ട മകൻ അൽ ഇസ്ലാഹി മാസികയിൽ ഉമർ മൗലവിന്റെ മാലുണ്ട്. സ്വർഗത്തിലേക്ക് കൂതിച്ച ചേതന വേദന സന്ദീതൻ സായുജ്യമാകുവാൻ എന്ന് പറഞ്ഞിട്ട് ഉമർ മൗലവിന്റെ മാലുണ്ട് മുജാഹിദിന്റെ അൽ ഇസ്ലാഹി മാസികയിൽ. ആ മാല ഞാൻ പല സ്ഥലത്തും എടുത്ത് ഉദ്ധരിച്ചിരുന്നു. ഉമർ മൗലവി സ്വർഗത്തിലേക്ക് കുതിക്കുമ്പോ മൗലവിമാര് ക്യാമറയും കൊണ്ട് പിടിച്ചെടുക്കാൻ പോയതാ. അങ്ങനെ സ്വർഗത്തിലേക്ക് കൂതിച്ച ചേതന വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ. ആ മാലയില് വലിയ ഡെപ്യൂട്ടി സെക്രട്ടറിയാണെന്ന് മകനെ ബഹുമാനം പറയുന്നുണ്ട്. ആ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന മകൻ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തി ലഅനത്തിന്റെ കേന്ദ്രമാണ് ജാറങ്ങളെന്ന് പ്രസംഗിച്ച് ഇ കെ ഹസൻ മുസ്ലിയാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉമർ മൗലവി കത്തയച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കൊടുത്ത ശിക്ഷ അറിയോ? ഉമർ മൗലവിന്റെ മകനങ്ങ് കാഫിറായി. 1-ാം നമ്പർ സന്യാസി വേഷം കെട്ടി അള്ളാനെ തള്ളിപ്പറയുന്ന, ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന പച്ച കാഫിറായി. ആ കാഫിറായ ബഷീർ മാഷ്, ആ ബഷീർ മാസ്റ്ററെടുക്കല് കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാരായ കുറച്ച് കുട്ടികള്, അതാ മുഖാമുഖം മാസികയുടെ പ്രവർത്തകന്മാര് ചെന്നിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ ഞങ്ങളെ ഉസ്താദിന് ഒരു കത്തയച്ചിരിക്കുന്ന മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായി, അഡ്രസ്സ് തെറ്റിയിട്ട് ഉസ്താദിന് വന്നത്, നിങ്ങൾക്ക് അത് അയക്കേണ്ട കത്ത്, നിങ്ങളാണ് കാഫിറായത്, അതുകൊണ്ട് ആ കത്ത് കളങ്ങ് പിടിച്ചോന്ന് മറ്റും കത്തങ്ങ് കൊടുത്ത അയാളെ കയ്യിൽ, അതൊന്ന് കണ്ടോളിങ്ങള്. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ കെ ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിം ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ജാറങ്ങൾ മുഴുവനും ലഅനത്തിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞ് ആലിമീങ്ങളെയും മൗലിയാക്കളെയും കാഫറാക്കി നിർമ്മിട്ട് സുബ്ഹാനല്ലാഹ്. ഇനി അതിന് മറുപടി ഉണ്ടാവും മൗലവിമാർക്ക്. എന്തറിയോ? നൂഹ് നബിന്റെ മോൻ കന്നാന് കാഫറായിരുന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, നൂഹ് നബി വടക്ക് പണിയെടുത്തിട്ട് മുസ്ലിം ആയിരുന്ന കന്നാന് കാഫറായതല്ല, പിന്നെ പണ്ടെന്നെ കാഫറായ കന്നാൻ ഇങ്ങോട്ട് വരാണ്ട് അത് മനസ്സിലാക്കണോ?
നൂഹ് നബി മോശമായ പണിയെടുത്തിട്ടല്ല, ഇയാൾ മോശമായ പണിയെടുത്തിട്ട് മോൻ പടക്കായി പോയതാ. ഇത് രണ്ടും രണ്ടാ. ഇനി അതും പറഞ്ഞ് നടക്കണ്ട. പിന്നെ എല്ലാറ്റിനും മറുപടി ഉണ്ടാവുമല്ലോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മഹാന്മാരെ മഖ്ബറയിൽ നടക്കുന്നതൊക്കെ ശൈത്താന്റെ പണിയാണെന്നാ സക്കരിയ പറയുന്നത്. സക്കരിയ അന്ന് വെച്ചുകൊടുത്ത അവനെ ഏർവാടി നടക്കുന്നത് ശൈത്താന്റെ പണിയാണ്. സുഹൃത്തുക്കളെ, ഏർവാടിയിലും മറ്റുമൊക്കെ പോയിട്ട് ചില ആളുകൾക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ? ചിലർക്ക് മാറാത്ത ഭ്രാന്ത് മാറുന്നുണ്ട്, അതുപോലെ പലതും. അതൊക്കെ പിശാചിന്റെ പ്രവർത്തനമാണെന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഹദീസ് സമാഹാരത്തിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയുന്നു, എനിക്കൊരാൾ ഫോൺ ചെയ്യാ, ഏർവാടിയിൽ പോയാൽ കുട്ടിനെ കിട്ടും, നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഏർവാടിയിൽ പോയാൽ പലർക്കും കുട്ടിയെ കിട്ടുന്നുണ്ട്. അത് ബാദിശാത്തങ്ങളെ കറാമത്തൊന്നല്ല, അതെല്ലാം ചില ശൈത്താന്റെ പ്രവർത്തനങ്ങളാണ്. കേട്ടോ, ശൈത്താൻ കുട്ടീനെ കൊടുക്കും. ശൈത്താന്റെ ബഹുമാനം കേട്ടില്ല നിങ്ങൾ? ശൈത്താൻ കുട്ടിയില്ലാത്ത ഒരു കുട്ടീനെ കൊടുക്കുന്നല്ലേ ഇപ്പൊ മൗലവി പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ ശൈത്താൻ ഇവരും തമ്മിൽ എന്താ ബഹുമാനോ? ആ കറാമത്താന്ന് വിശ്വസിക്കാൻ പറ്റൂല, ശൈത്താൻ കൊടുക്കുന്നതാണ്. എന്നാ ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു പെൺകുട്ടി ഉണ്ടായി മുജാഹിദിന്റെ കൂട്ടത്തിൽ. ആൺകുട്ടിയല്ല, ജമീല ടീച്ചർ, ഇടവണ്ണ. അതേ കമ്പനി മുജാഹിദാ, രണ്ട് കമ്പനിയല്ല. ജമീല ടീച്ചർ പറയുന്നത് അങ്ങനെ ശൈത്താൻ അങ്ങനത്തെ ഒരു സംഗതിക്കും കഴിയൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം ആവൂല. അപ്പൊ സക്കരിയ ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് വെച്ചോട്ടവനെ. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പിശാചാണ് ഇതിന്റെ പിറകിൽ, പിശാചാണ് ഇതിലൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നത്. പിശാചാണ് സിഹിറിന്റെ രൂപത്തിൽ, കുട്ടിച്ചാത്തന്റെ രൂപത്തില്, ചേക്കുട്ടിപ്പാപ്പന്റെ രൂപത്തില് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ വിശ്വാസം ഒരിക്കലും ശരിയല്ല. ഒരു മുസ്ലിമായ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും വിശ്വസിക്കാനാവുകയില്ല. അതെ, പിശാചാണ് പിന്നിൽ ഇത് ഒരു മുസ്ലിമിനും വിശ്വസിക്കാൻ പറ്റൂല എന്ന് ജമീല ടീച്ചർ വകയിൽ സക്കരിയാക്ക് കമന്റ്.